എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 53ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ കാറ്റഗറി നമ്പർ 22 2024 നടന്നിട്ടുള്ള കാറ്റഗറി നമ്പർ 22 എക്സാം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറായി 53 ആയി ഇല്ലേ. നല്ലൊരു എക്സാം എഴുതിയിട്ടുള്ള പരിശീലനമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വരാൻ പോകുന്ന എക്സാമുകളിൽ അത് എന്ത് ചെയ്യണം, അത് നിങ്ങളെ മാർക്കാക്കി മാറ്റാനുള്ളത് നിങ്ങൾ തന്നെ തയ്യാറെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ ആണല്ലോ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഇങ്ങനെ മനസ്സിലേക്ക് വരില്ലേ. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ആരാണ് ഇതിൽ വരുന്നത്? ഡി ലെ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്. അപ്പൊ ഇത് 4 ഓപ്ഷന് അദ്ദേഹത്തെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏതു പ്രദേശത്തെയാണ്? ഏതിനെയാണ്? ഔദിനെ, അവധിനെയാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്ത തീരുമാനങ്ങളാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു ശ്രദ്ധിച്ചു വായിക്കണം. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആദ്യം വായിച്ചു മനസ്സിലാക്കണം കേട്ടോ. ഏത് ആൻസർ വരും? മൂന്നാമത്തെ ആൻസർ എ ആണ് കേട്ടോ. 3 മാത്രം ഇവിടെ തെറ്റ്. നിസ്സഹന സമരം ആരംഭിക്കുക, അതൊക്കെ 1920 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. കറക്റ്റ് പ്രസ്താവന. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കറക്റ്റ് ആണ്. 30 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. ഈ 3 കാര്യങ്ങൾ 29 ലാഹോർ സമ്മേളനത്തിലെടുത്ത തീരുമാനങ്ങളാണ്. അല്ലാത്തതാണ് നിസ്സഹന സമരം ആരംഭിക്കുക എന്നുള്ളത്. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921 ഏതാണ്? വാഗൺ ട്രാജഡി അല്ലേ. 1921 വാഗൺ ട്രാജഡി. ജാലിയൻവാലാ ബാഗ് 1919, ക്ഷേത്രപ്രവേശന വിളംബരം 1936, വൈക്കം സത്യാഗ്രഹം 24, അങ്ങനെയല്ലേ കാലഘട്ടങ്ങൾ. അപ്പൊ വാഗൺ ട്രാജഡിയാണ് 20. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ്, വിവേകവർദ്ധിനി, ഗുലാംഗിരി, സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി. താഴെ പറഞ്ഞ ജോഡികൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? 5ാമത്തെ ആൻസർ ഏതാ വരും? ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കണേ. സമയം ഗ്യാപ്പ് തരുമ്പോൾ ചെയ്ത് നോക്കണം. പോസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. ബി ആണ് ഇവിടെ. 1, 2, 3 കേട്ടോ. കുടി അരശ് നമുക്കറിയാം, അത് EV രാമസ്വാമി നായ്ക്കറാണ്. 2 വിവേകവർദ്ധിനി വീരേശലിംഗം. എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലെ. വിവേകവർദ്ധിനി എന്നൊക്കെ പറയുമ്പോൾ അത് വീരേശലിംഗം ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. കുറച്ച് ചേരുമ്പടി ചേർക്കല് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പോ നമുക്ക് കുടിയരശോ വിവേകവർദ്ധിനി ഒന്നും അറിയുന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ സമ്പാദ് കൗമുദി നമുക്കറിയാം ആരുടേതാണ്? സമ്പാദ് കൗമുദി രാജാറ മോഹൻ റോയുടെയാണ് സമ്പാദ് കൗമുദി അല്ലേ. അപ്പൊ 4 ഓപ്ഷൻ തെറ്റാണ്. 4 ഓപ്ഷൻ എന്താണ് ഇവിടെ? തെറ്റാണ്. അപ്പൊ 4 വരുന്നതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്താൽ പോരെ. 4 ഇതിൽ 4 വന്നു, ഇതിലും 4 വന്നു, പിന്നെ ഇതിലും 4 വന്നു. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ബിയിലേക്ക് നമുക്കിപ്പോ വിവേകവർദ്ധിനി ഒന്നും ഇപ്പൊ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വിവേകവർദ്ധിനി എന്താണ്? വീരേശലിംഗം. പഠിച്ചു വെച്ചിട്ടോ, ഒപ്പം പഠിച്ചു പോവാ. കുടിയരശാരുടേതാണ് പഠിച്ചേ? EV രാമസ്വാമി നായ്ക്കർ. ഒപ്പം പഠിച്ചു വരാം. ഞാൻ നിങ്ങൾ ഒപ്പം പഠിക്കുകയാണ്. വിവേകവർദ്ധിനി ആരുടേതാണ്? വീരേശലിംഗത്തിന്റെയാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. ഓക്കെ, ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ പഠിച്ചല്ലോ. ഇനി താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. പറഞ്ഞേ. 6ാമത്തെ ആൻസർ സി ലെ. ഇതുവരെ സി ആണ് വരിക. ഫസ്റ്റ് 2 പേരിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കഴിഞ്ഞിട്ടാണ് പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരുന്നത്, പിന്നെ ഫ്രഞ്ച് വിപ്ലവം വരുന്നത്, റഷ്യൻ വിപ്ലവം ഇങ്ങനെ വരുന്നത് അല്ലെ. 2, 4, 1, 3. ഫസ്റ്റ് ഏത് വരണം? 2 വരണം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അത് കഴിഞ്ഞിട്ടോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം, പിന്നെ റഷ്യൻ വിപ്ലവം 1917 കാലഘട്ടത്തിലെ റഷ്യൻ വിപ്ലവം. ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുഗ സിൽക്സ് എവിടെയാണ്? ആസാമിലാണ് കേട്ടോ. മുഗ സിൽക്സ് ആസാമിലാണ്.
GPS എന്താണ് GPS? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഇതൊക്കെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? ഈ എക്സാം വരുന്ന സമയത്ത് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ജസ്റ്റ് ഇനി അടുത്തൊരു എക്സാമിനെ ആവർത്തിച്ചാൽ നമ്മൾ തന്നെ കുറ്റബോധം ഉണ്ടാവും. ഇപ്പം ഞാൻ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റിവിഷൻ ചെയ്താണെങ്കിൽ മാർക്കായി എന്നുള്ളത് അല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്രയാണ്? 4 കേട്ടോ. 4 ഉപഗ്രഹങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ GPS-ൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ട് സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. 4. എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വെക്കണേ. 4 ഉപഗ്രഹം. 4 കേട്ടോ. 4. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ടെല്ല് ഇബ് ടെല്ല് എന്ന് പറയുന്നത് മഹാനടൻ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ? 9ാമത്തെ എ അല്ലേ? മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? 10ാമത്തെ ഡി ആണ് കേട്ടോ. ബാർലിയും പയർവർഗവും. ബാർലി പയർവർഗം കേട്ടോ. പയർ ഗോ ബാക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? പയർ ഗോ ബാക്ക്. പയർവർഗം. ഗോതമ്പ്. ബാർലി കടുക് അല്ലെ? അതങ്ങനെ കടുക് പറയാറില്ലേ? അതാണ് നമ്മള് റാബി വിളയായിട്ട് പറയാറുള്ളത്. ഇതിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം? പശ്ചിമഘട്ടം. തിഫായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിഫായ്മുഖ് കേട്ടോ. തിഫായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്? എന്തായാലും നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഏത് രാജ്യമായിട്ടാണ്? ഇന്ത്യ ബംഗ്ലാദേശ് ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് ആണ് തിഫായ്മുഖ് ഡാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഏതാണ്? ശക്തികാന്ത് ദാസ്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി, അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ വേഗം പോകും. എം വിശ്വേശ്വരയ്ക്ക് ശ്രദ്ധിക്കണം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവാണ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എം വിശ്വേശ്വരയ്യ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശില്പി ആണ്. ശില്പി വരുമ്പോൾ PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി വേഗം ഇത് എം വിശ്വേശ്വരയ്യ. അങ്ങനെ വരും. ആഹാ, മാർക്ക് കിട്ടി. വീട്ടിലെത്തി നോക്കുമ്പോൾ അതാ PC മഹലനോബിസ്. അതാ അവിടെ കിടന്നു അല്ലെ? അങ്ങനെയല്ല നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ കാര്യം. അപ്പൊ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എങ്ങനെയാണ്? ശില്പി PC മഹലനോബിസ് ആണ്. പിതാവ് വിശ്വേശ്വരയ്യ. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം? ധനബില്ല് 109. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 109. ധനബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ മാത്രമേ ധനബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ബി ആണ്. 2ഉം 3ഉമാണ് കേട്ടോ. 2ഉം 3ഉം. മായൻ ചേർക്കൽ തൊഴില് ഒക്കെ കൺകറന്റ് ലിസ്റ്റില് വരുന്നതാണ്. 2ഉം 3ഉം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. ഏത് വരും? ബി ആണ് കേട്ടോ. 21ാമത്തെ ആൻസർ ഏത് വരും? ബി ആണ്. 2 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഡൽഹിയിൽ വെച്ചിട്ടാണ്. അന്നാണ്
സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത് ഡിസംബർ 9. ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ്? 1989 PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് സി 1, 2, 3 ഹേബിയസ് കോർപ്പസും വാറന്റോ സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് 2ഉം 4ഉം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പിന്നെ പരിസ്ഥിതി സംരക്ഷണം. ഇത് രണ്ടും ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി 1978. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് മാസം 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം 2022-2027. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? ഏതാണ്? കുടുംബശ്രീ മാത്രമാണ് അല്ലെ? താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം ഈ മൂന്നും ഏതിൽ വരും? കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലെ പദ്ധതി ഉൾപ്പെടുന്നതാണ്. എപ്പോഴാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വന്നത്? ഇന്ന് നടന്ന മറ്റേ ആംബുലൻസ് അസിസ്റ്റന്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2008 കേട്ടോ. 2008 കേട്ടോ. മറക്കരുത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ എക്സാമുകളിൽ 2023 നടന്ന ഒരുപാട് എക്സാമുകളിൽ ഈ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വരാൻ പോകും. അപ്പൊ ഇനി നെക്സ്റ്റ് എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക? സാമൂഹ്യ സുരക്ഷാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം 243 ഐയും 243 വൈയും. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് അവർക്ക് ടോട്ടൽ ചോദിച്ചാൽ പോരെ അല്ലേ? എത്രയാണ്? 22 രൂപ. ഇനി പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ ഗുണഭോക്താക്കൾ തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം താഴെ നൽകുന്നതിൽ നിന്ന് കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മന്ദഹാസം പദ്ധതി എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മന്ദഹാസം ചിരിക്കലാണ് അല്ലേ? 32ാമത്തെ എ വരും കേട്ടോ. 4, 5, 1, 3 എന്ന ലെവലിലാണ് ഇവിടെ ആൻസർ വരുന്നത്. BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് ഏത് വരിക? 1ാമത്തെ വരുന്നത്. പിന്നെ സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനാണ് 2. പിന്നെ അഭയകിരണം പദ്ധതി നിരാലംബരായ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഈ അഭയകിരണം പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു 3. പിന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഏത് വരും? ഭിന്നശേഷി ഉള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. 4. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയ കേട്ടോ. മലേറിയ. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ സി ആണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഈ വാദം അവകാശവാദം ശരിയാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നത് ശരിയാണ്. അതിനുള്ള കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇല്ല, അത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം നമ്മൾ ആ എക്സാം ഹാളിൽ ഇതിനേക്കാൾ ഹൃദയം അടിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അത് PSCക്ക് അറിയുന്നില്ല.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബെറിബെറി. ഇതുവരും എ ആണ് കേട്ടോ. 2, 4, 5. 2, 4, 5 ഇത് മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. വൈറ്റമിൻ B1 ആണ് അല്ലേ ഇത് ബെറിബെറി. B2 റൈബോഫ്ലാവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? B1 തയാമിൻ. B1 ഏതാണ്? തയാമിൻ അല്ലേ? B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്പന്ദനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചിട്ടാണ്? COP28 എവിടെയായിരുന്നു? UAE. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. T ലിംഫോസൈറ്റ്. തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? നമുക്കറിയാം, പഠിച്ച കാര്യങ്ങളാണ്. SAT കിടക്കുന്നതാണ്. -40°. മൈനസ് ഉണ്ട് കേട്ടോ. മൈനസിന്റെ -40° ആണ് സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒക്കെ താപനില തുല്യമായിരിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റില് സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആവൃത്തിയില് മാറ്റം സംഭവിക്കുന്നില്ല. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3യുടെ റോവർ ആണ്. ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഏതിന്റെ ആയിരുന്നു? എയും സിയുമാണ് കേട്ടോ. എയും സിയും ഏതൊക്കെയാണ്? ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് കേട്ടോ. ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? അക്വാറീജിയ. അക്വാറീജിയ. സി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അല്ലേ. അതുപോലെ ഏതൊക്കെയാണ്? HCl-ഉം HNO3-യും. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? വാഷിംഗ് സോഡ. രാസസൂത്രവാക്യം ബി. Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? കാരണം അതിന് സാന്ദ്രത കുറവാണ്. ഏതിനാണ്? അലുമിനിയം അല്ലേ. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര്? ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വങ്കാരി മാഥായി. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവൽ? സിറ്റാഡൽ എന്ന നോവൽ ആരാണ്? സിറ്റാഡൽ. ദ സിറ്റാഡൽ. സമയത്തിന്റെ ഗ്യാപ്പ് തരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്യണേ. A.J. ക്രോണിനാണ്. A.J. ക്രോണിനാണ് ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ്. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഡി. കാസർഗോഡ്. അലാമിക്കളി കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? പി. കുഞ്ഞിരാമൻ നായർ. പി. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്?
കവനന്റ് നമുക്കറിയില്ലേ, സർവ്വരാജ്യ ലീഗ് ഓഫ് നേഷൻസിന്റെ ഭരണഘടനയിലെ ദ കവനന്റ് എന്നറിയപ്പെടുന്നത് നമ്മൾ അവിടെ പഠിക്കണ്ടല്ലേ ഈ കവനന്റ് പറഞ്ഞിട്ട്. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണപ്പെടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയുള്ളത് പറയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ശേഷമാണ് ഇത് എനിക്കറിയാവുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, കറണ്ട് അഫയർക്ക് അത്ര രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ വിടുക കേട്ടോ. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അമിതാഭ് ഘോഷിനെയും അനിത ദേശായിനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള പരിചയങ്ങളുണ്ട്, പക്ഷെ അവര് പോയിട്ട് വേഗം കുത്തരുത്, അവരുന്നേ ആയിരിക്കും പറഞ്ഞിട്ട് മാർക്ക് പോകും. എബ്രഹാം വർഗീസ്, ദ കവനന്റ് ഓഫ് വാട്ടർ ആരാണ്? എബ്രഹാം വർഗീസ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പം അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, എവിടെയൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പം അതൊക്കെ മാറ്റുക, തിരുത്തുക. അടുത്ത എക്സാമുകളിൽ അതൊക്കെ ആവർത്തിക്കാതിരിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇന്നത്തെ ആംബുലൻസ് അസിസ്റ്റന്റിന്റെ എക്സാം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യോ? ഇനി 27 ഉണ്ട് അല്ലേ, 27 ഫാം വർക്കർ ഉണ്ട്, പിന്നെ 27 തിരുവനന്തപുരം LD ആയി, 30 ഖാദി ബോർഡായി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ മിന്നിക്കുക കേട്ടോ, നല്ല രീതിയിൽ മിന്നിച്ച് വരിക കേട്ടോ. എക്സാം ഒക്കെ പോയിട്ട് ചെയ്തിട്ട് കൂളായിട്ട് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡെയിലി വർക്കൗട്ട് ചെയ്യണേ. അപ്പം പിന്നെന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ കൂട്ടുകാർ, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണേ. എല്ലാ ക്ലാസ്സുകളും അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ താഴെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.